وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على سيدنا ومولانا محمد وعلى آله وأصحابه الفائزين برضا الله. أما بعد، فقد قال الله سبحانه وتعالى في محكم تنزيله: بسم الله الرحمن الرحيم إنما يخشى الله من عباده العلماء. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. എനിക്ക് ഫതീമീനൊരു ചോദ്യമുണ്ട്. അപ്പൊ ആയുധത്തിൽ കുത്തുബിയെത്തി ആയുധത്തിൽ കുത്തുബത്തിൽ അറബിയെത്തി മഴ കോയ സാമീന ഗൈറ അറബിയൻ ഇങ്ങനെ കേൾക്കുന്ന അറബികളല്ലാതാക്കി ഈ അറബിയെ കുത്തുപോകുന്നതിന്റെ ഫായത എന്താണെന്ന് പറഞ്ഞ് മുമ്പ് പറഞ്ഞ് അത് വഴന്നുമില്ല എന്നതുപോലെ ഇതെന്തെന്നാണ് നിങ്ങൾ പറയുന്നത്, എന്തെന്നാണ് അതെനിക്ക് കേൾക്കാൻ സാധിക്കില്ല, കാണാൻ കഴിയില്ല. പിന്നെ മൊത്തമായിട്ട് നല്ല ദീനിന്റെ കാര്യമായിരിക്കും പറയുന്നു എന്നല്ലാതെ ഇതിന്റെ അപ്പുറം വേറൊന്നും എനിക്ക് പറയാൻ സാധ്യമല്ല. എന്നാലും ബാവോസ്റ്റാറും ഞാനുമായിട്ടും വലിയ ബന്ധമല്ല, ചെറിയ ബന്ധമെന്നല്ല, വളരെ വലിയ ബന്ധമാണ്. ഞാന് വർഷങ്ങൾക്കപ്പുറം മദ്രാശിയിൽ സംഘടിച്ച കുറെ പണ്ഡിതന്മാരും പ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ഒരുമിച്ച് കൂടി ഒരു ചർച്ച നടത്തി. അത് പത്രത്തിൽ ഞാൻ വായിച്ചു. ആ ചർച്ചയിൽ അവർ വിഷയിച്ചത് ഇന്ത്യനെ കുറിച്ചാണ്. ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിന്റെ 40% വിദ്യാഭ്യാസ മണ്ഡലത്തിലേക്ക് ചെലവഴിക്കുന്നു എന്നായർച്ച. നമ്മളാരും പറഞ്ഞല്ല, ഇന്ത്യയിലെ ബുദ്ധിരാക്ഷസന്മാർ, വലിയ നേതൃത്വ പ്രതിനിധികൾ, വലിയ രാഷ്ട്രീയ നേതാക്കന്മാരും കോചാക്കന്മാരും എല്ലാവരും ഒരുമിച്ച് കൂടി പറഞ്ഞത് ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിന്റെ 40% വിദ്യാഭ്യാസ മണ്ഡലത്തിലേക്ക് ചെലവഴിക്കുന്നു. ഉടനെ അവർ പറയുന്നു 40% വിദ്യാഭ്യാസ മണ്ഡലത്തിലേക്ക് ചെലവഴിച്ചു തന്നെ വർഷങ്ങൾ കഴിഞ്ഞ് സ്വാതന്ത്ര്യം കിട്ടി 10 വർഷങ്ങൾ കുറെ കഴിഞ്ഞ് 2-3 10 കഴിഞ്ഞിരിക്കുന്നത്. എന്നാലും ഇവിടെ വളർന്നു വരുന്നത് അസ്വസ്ഥജനകമായ യുവതലമുറയാണ്. എന്താ അസ്വസ്ഥജനകമായ യുവതലമുറയാണ് വളർന്നു വരുന്നത്. 40% വിദ്യാഭ്യാസ മണ്ഡലത്തിലേക്ക് ചെലവഴിച്ചിട്ട് ഇവിടെ വളർന്നു വന്നത് അസ്വസ്ഥജനകമായ യുവതലമുറ. എന്നിട്ട് ഉടനെ അതിന്റെ കാരണവും പറയുന്നു. ഇതിന്റെയൊക്കെ കാരണം ആത്മീയ വിദ്യാഭ്യാസത്തിന്റെ അഭാവമാണ്. അപ്പോ നമ്മൾ ചിന്തിക്കാനുള്ള കാര്യമാണ്, ആത്മീയ വിദ്യാഭ്യാസത്തിന്റെ അഭാവമാണ് ഇതിന്റെ കാരണം എന്നവർ പറയാണ്. എന്ന് പറയുമ്പോൾ ആണ് ബാബുസ്റ്റാനെ പോലുള്ള പണ്ഡിതന്മാരെയും നമ്മുടെ സ്ഥാപനങ്ങളെയും നാം ചിന്തിക്കേണ്ടി വരുന്നത്. വാസ്തവത്തിൽ ഈ നൂറ്റാണ്ടിന്റെ ഒരു ബ്രെയിൻ മാസ്റ്ററാണ് മർഹൂം എം.എ. അബ്ദുൽ കലാം മുസ്ലിയാർ. ഇതൊന്നും പറയുന്നില്ല, പിന്നെ ഈ റിവായത്ത് പറയണ്ട. ഈ നൂറ്റാണ്ടിന്റെ ഒരു ബ്രെയിൻ മാസ്റ്ററാണ് മഹാനായ എം.എ. അബ്ദുൽ കലാം മുസ്ലിയാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തിൽ അവരെ ദർജയേറ്റി കൊടുക്കുമാറാകട്ടെ. അവർ നല്ല സൽക്കരങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അവരെയും നമ്മയും അവന്റെ സ്വർഗത്തിൽ അല്ലാഹു ഒരുമിച്ച് വിട്ടുമാറാകട്ടെ. സംഘാടനം എന്ന വിഷയം എനിക്ക് പഠിപ്പിച്ച ഉസ്താദാണ് എം.എ. സംഘടനയല്ല, സംഘാടനം. അതെനിക്ക് പഠിപ്പിച്ച ഉസ്താദാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിന്റെ 40% വിദ്യാഭ്യാസ മണ്ഡലത്തിന് ചെലവഴിച്ചിട്ട് അസ്വസ്ഥജനകമായ യുവതലമുറയാണ് ഇവിടെ ഉണ്ടായത് ഇവിടുത്തെ ബുദ്ധിരാക്ഷസന്മാർ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം
ദേശീയമായ ആവശ്യമാണ് ഈ നാട്ടിൽ മദ്രസയുണ്ടാവൽ, ഈ നാട്ടിൽ അറബിക് കോളേജ് ഉണ്ടാവൽ, ഈ നാട്ടിൽ എന്താകുന്നുണ്ട് ഇതുപോലത്തെ സ്ഥാപനങ്ങൾ ഉണ്ടാവൽ. അത് മുസ്ലിമീങ്ങളുടെ മാത്രം ആവശ്യമല്ല, ദേശീയമായ ആവശ്യമാണ്. അതൊരു ദേശീയ ആവശ്യമാണ്. അപ്പോ മഹാനായ എം എ അബ്ദുൽ കലാം മുസ്ലിയാർ പറഞ്ഞു, ഞാനങ്ങനെ പറയാൻ കാരണം ഞാനും എം എ അബ്ദുൽ കലാം മുസ്ലിയാരും കൂടി ഞങ്ങൾ രണ്ടാളും കുറെ കൊല്ലത്തെ പരിചയമുള്ള ആളാണ്. സമസ്തന്റെ ഒന്നാമത്തെ സെക്രട്ടറിയായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരിൽ നിന്ന് നേരിട്ട് മെമ്പർഷിപ്പ് വാങ്ങിയ ഒരു വ്യക്തിയാണ് എം എ. അത്ര പഴക്കമുള്ള ഒരു സമസ്തക്കാരൻ സമസ്തയിലുണ്ടായിട്ടില്ല. എം എന്റെ അത്ര പഴക്കമുള്ള ഒരു സമസ്തക്കാരൻ സമസ്തയിൽ ഉണ്ടായിട്ടില്ല. പിന്നെ ഉണ്ടാക്കണേ നമ്മൾ വലിയ കോലാക്കന്മാരെല്ലാം മൂപ്പര ശേഷം. അപ്പോ ഞാൻ പറയുന്നത്, അയാളൊരു ബുദ്ധിരാക്ഷസനായതുകൊണ്ടാണ് ഞാൻ അയാളെപ്പറ്റി പറഞ്ഞത്. ഈ കാര്യത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി പ്രശ്നപരിഹാരത്തിന് വേണ്ടി ശ്രമിച്ച ഒരു വലിയ പണ്ഡിതനാണ് എം എ അബ്ദുൽ കലാം മുസ്ലിയാർ. ഞാനും അദ്ദേഹവുമായിട്ട് കേരള ജമാഅത്തെ ഇസ്ലാമിയുടെ വൈസ് പ്രസിഡന്റും പ്രബോധന മാസികയുടെ പ്രസാധകനും കൂടി ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടി. ആ സമയത്ത് ഞാനിത് പറയുന്നത് നമ്മളെ വിലയിരുത്തുന്നതാണ്. ഈ അബ്ദുസലാം മൗലവി മുട്ടം അതിനിപ്പോ ഹയാത്തിലുണ്ടോന്ന് പറഞ്ഞെങ്ങനെ പറയുന്നത്, അയാള് പറയാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്ന മതസംഘടനകളിൽ സമസ്തയെ പോലെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്ത മറ്റൊരു സംഘടനയില്ല എന്ന് ഞാൻ സമ്മതിക്കുന്നു അയാൾ പറയാണ്. അത് പറയാം. ആ ചർച്ചയിൽ തന്നെ ഇസ്ലാമും ജാഹിലിയത്തിലുള്ള ഒരു പരാമർശത്തെക്കുറിച്ച് ഞങ്ങൾ തർക്കവിഷയമായി. മൗദൂദ് സാഹിബിന്റെ ഇസ്ലാമും ജാഹിലിയത്തിൽ ചാവടിയന്ത്രം എന്നൊരു പദമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഹംസമൗലവി പറഞ്ഞു അങ്ങനത്തെ ഒരു പദം. എം എ പറഞ്ഞു, ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു, വരുന്ന വെള്ളിയാഴ്ച വേണ്ട, അടുത്ത വെള്ളിയാഴ്ച ഞാനും ഹംസ മുസ്ലിയാരും പുതിയങ്ങാടി ജമാഅത്ത് പള്ളിയിലേക്ക് വരാം, നിങ്ങളും വാ, എന്നിട്ട് നമുക്ക് ഒരു സംഗതി പറയാം. ആ വെള്ളിയാഴ്ച മനഃപൂർവം തടിതപ്പി ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള വൈസ് സമീപം പ്രബോധനത്തിന്റെ പ്രസാധകനും കൂടി തടിതപ്പി അയാൾ വന്നില്ല. കാരണം അയാൾ പറഞ്ഞത് ശരിയാണ്, പുതിയ പതിപ്പിലില്ല. ഏത് പുതിയ പതിപ്പിൽ? ഇസ്ലാം ജാഹിലിയത്തിന്റെ പുതിയ പതിപ്പിൽ, പഴയ പതിപ്പിൽ അതുണ്ട്. ആ പതിപ്പോടുകൂടിയാണ് ഞാൻ മീൻ പോയത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വിധേയ പ്രസ്ഥാനങ്ങൾക്ക് തന്നെ മഹാന്മാരായ പണ്ഡിതന്മാരെ കുറിച്ചും ബാബുസാഹിബ് പണ്ഡിതന്മാരെ കുറിച്ചും എന്താണ് പതിപ്പ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മദ്രസ പ്രസ്ഥാനത്തിന് രൂപം നൽകാൻ ആ വടകരയിൽ സമ്മേളിച്ച സമ്മേളനത്തിൽ അങ്ങനെ പ്രമേയം അവതരിപ്പിക്കുകയും അത് നടപ്പിലാക്കാൻ പ്രത്യേകമായ പുസ്തകം ഉണ്ടാക്കുകയും സിലബസ് നടപ്പിലാക്കുകയും ചെയ്തത് എം എ ഉസ്താദാണ്. അതുപോലെ എന്റെ മാന്യ സുഹൃത്ത് ബാബു മുസ്ലിയാർ രണ്ട് വിദ്യാഭ്യാസവും സമന്വയിപ്പിച്ചുകൊണ്ട് പഠിപ്പിക്കണം എന്ന ആശയവും അതാണ് എന്നോട് പറയുന്നുണ്ട്. അത് നടപ്പിലാക്കി ദേവാ കോളേജ് അതാണിപ്പോൾ നടക്കുന്നത്. അപ്പോ സംസാരിക്കാൻ കൊണ്ട് കഴിയില്ല. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ബാബുസാരുടെ കടമ നിർവഹിക്കണമല്ലോ, എന്റെ ബാധ്യത നിർവഹിക്കാൻ ഞാൻ. അപ്പോൾ ഈ മഹാന്മാരായ പണ്ഡിതന്മാരുടെ സേവനങ്ങളൊക്കെ വലിയ സേവനാണ്. സമൂഹത്തിന്റെ ഇന്ത്യയുടെ ദേശീയ ആവശ്യത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പരിശ്രമിച്ചവരാണ് എന്ന് നമ്മൾ ചിന്തിക്കണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇതിനപ്പുറം എനിക്ക് സംസാരിക്കാതില്ല, ഞാൻ വീണു. അതുകൊണ്ട് ഞാൻ തൽക്കാലം
ദീർഘിപ്പിക്കത്തില്ല. ഇൻഷാ അല്ലാഹ് വലിയ പ്രാസംഗികന്മാരെ കേടുണ്ട്, അവരെ പ്രസംഗിക്കും. അവരൊക്കെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. ബാബു മുസ്ലിയാർ എന്നോട് ഈ സ്ഥാപനം ആരംഭിക്കുന്ന തരത്തിൽ ചർച്ച ഇട്ടതാണ് വിഷയം. ഇത് രണ്ടും കൂടി ഒന്നിച്ചിട്ട് കൊണ്ടുപോകുന്ന സമീപനം വേണ്ടേ? അത് വന്ന നടപ്പിലായി. ഭൗതിക വിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസവും രണ്ടും കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് നടത്തുന്ന സ്ഥാപനങ്ങളുണ്ടാക്കി ലോകത്തിന് അതിന് മാതൃക കാണിച്ചു കൊടുക്കുന്ന ഒരു പണി ബാബുസ്യാർ ചെയ്യുന്നുണ്ട്. അല്ലാഹു തആല അദ്ദേഹത്തിന് പ്രതിഫലം കൊടുക്കട്ടെ, ദീർഘായുസ് കൊടുക്കട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൃപ്തിയനുസരിച്ച് ജീവിച്ചിട്ട് മരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ഒറ്റൊരാവശ്യം പറഞ്ഞിട്ട് ഞാൻ മതിയാക്കി. നിങ്ങൾക്കെല്ലാം പല ആവശ്യമുണ്ടാവും, എനിക്കൊരാവശ്യം ഉണ്ടാവും. അത് കന്യാമൂലാതെ പറഞ്ഞാൽ ജീവിതത്തിന്റെ സുഖം 3 വഴിയാണ്: മങ്കഹ്, മൽബസ്, മത്തയാമ്. മങ്കഹ്, മത്തയാമ്, മൽബസ്. ഇത് മൂപ്പരാണ് പറഞ്ഞത്. ആണ് വൈതാവിരി ഇങ്ങനെ ലാഹിറായുള്ള ഇതാവത്തീന് ഉദാഹരണം മജിദാബലീന വയ്യാഹു വയ്യ ഷവാബി എന്ന വിവാദത്ത് വായിച്ചിട്ട് ഏവനായിട്ട് പറഞ്ഞത്. എനിക്ക് മറ്റൊക്കെ എത്ര വയസ്സായി? മൂപ്പർക്കാണ് 60 വയസ്സാണ്. ഇത് ഏവനാ പറഞ്ഞത് എന്ന് പറഞ്ഞതുപോലെ സഹോദരന്മാരെ, ആ സമയത്ത് മൂപ്പർ പറഞ്ഞു സുഖാദാണ്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ആ മഹാന്മാരായ പണ്ഡിതന്മാരുടെ കൂടെ അവരെ പിന്നാലെ ജയിച്ചത് കൊണ്ട് ഭൗതികമായ സുഖങ്ങൾ ഇവിടുത്തെ വലിയ ആർക്കൊക്കെ സ്വീകരിക്കാൻ സാധിക്കുന്ന ആ മേഖലകളിലൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിനൊന്നും യാതൊരു വിഷമം വർദ്ധിച്ചിട്ടില്ല. പിന്നെ നമുക്കിതെന്താ ബാക്കി? മരിക്കണം, അതായത് ബാക്കിയുള്ളത്. അന്ന് മൂപ്പർക്ക് 62 വയസ്സാണ്. ഇന്ന് ഞാൻ സന്തായിക്കും എനിക്ക് 74 വയസ്സാണ്. നമ്മൾ മരിക്കുന്ന അവസരത്തിൽ, ഞാൻ മരിക്കുന്ന അവസരത്തിൽ വെള്ളിയാഴ്ച രാവോ പകലോ കാമിലായ ഇമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് തതനസ്സലു അലൈഹിമുൽ മലായികത്തു അവരുടെ ആത്മാക്കളെ സ്വീകരിച്ചു കൊണ്ടുപോകാൻ അല്ലാഹുവിന്റെ പരിശുദ്ധാത്മാക്കളായ മലക്കുകൾ ഇറങ്ങി വരും എന്ന് പറഞ്ഞ ഗണത്തിൽ എന്റെ റൂഹും ആ രൂപത്തിൽ പിടിച്ചു കിട്ടാൻ നിങ്ങളെല്ലാവരും മറക്കാണ്ട് പാർക്കണം. ആരും മറക്കരുത്. അതാ വസിയത്ത്. ആ വസിയത്ത് നിങ്ങൾ നിർവഹിക്കണം. ഒന്നാമത് നമുക്കെല്ലാം തോൽപ്പിക്കട്ടെ, നമ്മെല്ലാം യഥാർത്ഥം മുഅ്മിനീങ്ങളായി മരിപ്പിക്കട്ടെ. അവന്റെ സ്വർഗ്ഗത്തിൽ അല്ലാഹു ഒരുമിച്ച് വിടട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സല്ലല്ലാഹു അലൈഹി സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഒരു പുരുഷായസ് മുഴുവനും ഇൽമിന് വേണ്ടി ചെലവഴിച്ച അൽ ഇമാം അൽ ഗസാലി തങ്ങളുടെ നാമധേയത്തിൽ സ്മരണാർത്ഥം നടത്തിവരുന്ന ഗസാലി അവാർഡ് നേരത്തെ അറിയിച്ചതുപോലെ ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് റഈസുൽ ഉലമ ഇ സുലൈമാൻ മുസ്ലിയാർക്ക് നൽകുന്നു. അദ്ദേഹത്തിന് ചെറിയ ഒരു ക്ഷീണം ഉള്ളതുകൊണ്ട് ഇവിടെ എത്തിയിട്ടില്ല. അത് ഈ സഭയുടെ, ഈ സദസ്സിന്റെ എല്ലാ പൊരുത്തത്തോടും കൂടി